സ്വന്തം നാട് പന്തളം. പന്തളം. അതങ്ങോട്ടുണ്ട്. അങ്ങോട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. അല്ലേ കാണാം. പറഞ്ഞു. ഇവിടെ വന്നപ്പം ശിവഗിരിയുടെ ഒരു കുഞ്ഞാശ്രമമുണ്ട്. ഒരു സ്വാമി മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ഗുഹയുണ്ട്, കുറച്ച് മേളിൽ കാണാൻ ഒന്നല്ല ഒരുപാടുണ്ട്. പക്ഷേ ആദ്യത്തെ ഒന്ന് മാത്രമേ കയറാൻ, ഇപ്പോൾ കാടില്ലാതെ കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് കഴിഞ്ഞ് മുകളിലോട്ട് ഒത്തിരി ഗുഹകളുണ്ട്. അതായത് ഇത് യഥാർത്ഥത്തിൽ മുനിയറ എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണ്. പലയിടത്തും മുനിയറകളുണ്ട് എങ്കിലും അത് മുനിമാരെ അടക്കം ചെയ്തിട്ടുള്ള അറയാണ്. പക്ഷേ ആക്ച്വലി ഗുഹാ മുനിയറയുള്ളത് ഈ പറയുന്ന ഗൂഗിളിലും ഇടുക്കിയിലും സ്ഥലപ്പേരുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്കങ്ങനെ കൗതുകം തോന്നിയിട്ടാണ് ഞാനിങ്ങനെ, വക്കീൽ ബ്രോ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ഥലം അറിയുന്നത്. അങ്ങനെ ഞാൻ ഇന്ന് ഹെബിനെയും കൊണ്ട് ഇറങ്ങി. ഹെബിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞില്ല ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ കുറേ നേരം ഈ സ്ഥലത്തിൻ്റെ പേര് ചുരുളി. ആക്ച്വലി ചുരുളിയെ പോലെ ഞങ്ങൾ ഈ വഴി കടന്ന് മൊത്തം കറങ്ങുമായിരുന്നു. കറങ്ങി പിന്നെ ഞങ്ങൾ മെയിൻ റോഡിൽ കയറി, പിന്നെ വീണ്ടും ഞങ്ങൾ റിട്ടേൺ വന്ന് കാണാതെ പോവില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൽ ഞങ്ങൾ വന്നു. സത്യം പറഞ്ഞാൽ കണ്ടു വന്നതിന് ഒരു നഷ്ടമില്ല. ഞങ്ങൾ കണ്ടു, അടിപൊളി. ഇത് സത്യം പറഞ്ഞാൽ പുറം ലോകത്തിന് പോലും അറിയത്തില്ല. ഞങ്ങൾ കവലയിൽ പല വ്യക്തികളോട് ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് വന്നത് കണ്ടുപിടിച്ചു. സ്വാമി ദാനത്തിലാണോ? ന്യൂജൻ സ്വാമിയാണ്. വരങ്ങ നൽകിയാലും തൂക്കായിട്ടിരിക്കുന്ന കുറെ കടകളുണ്ട്. വഴിക്കൂന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് വന്നത് നേരത്തെ. അതല്ലേ മുനിയറകൾ കാണുന്നത് അടക്കം ചെയ്യുന്ന മറ്റേ കല്ലൊക്കെ വെച്ചിട്ടുള്ള അറകളല്ലേ ഇത്? ശരിക്കും മുട്ടുകാട് അവിടെ പോയി കണ്ടു. പിന്നെ വേണ്ട എബിൻ രാജക്കാടുള്ള. അതെ